13 നമ്പർ കാർ ആർക്കും വേണ്ടേ? എന്ത് പറ്റി? 13 അത്ര ദോഷം ഒരു സംഖ്യയാണോ? ആണെന്നൊക്കെ പറയുന്നു. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭയിൽ പി പ്രസാദ്, CPI മന്ത്രിയായിരുന്ന പി പ്രസാദ് ഒന്നാം പിണറായി സർക്കാരിൽ TM തോമസ് ഐസക് 13 നമ്പർ കാർ ചോദിച്ചു വാങ്ങുകയായിരുന്നു. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് 13 എന്ന നമ്പർ എന്ന സംഖ്യ ഒരിക്കലും ഒരു മോശം സംഖ്യയല്ല. നമ്മുടെ കുട്ടികളുടെയൊക്കെ തന്നെ ടീൻ ഏജ് തുടങ്ങുന്നത് 13 നിന്നാണ്. അവരുടെ ആ ഒരു വലിയ ഡെവലപ്മെൻറ്റ്, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പ്രവൃത്തികളിൽ, ചിന്തകളിലൊക്കെ തന്നെ വലിയ ഡെവലപ്മെൻറ്റ് വന്നു തുടങ്ങുന്നത് 13 മുതൽ 19 വരെ. അതിനാണ് ടീൻ ഏജ് എന്ന് പറയുന്നത്. ശരിക്കും ഇന്ത്യൻ ജ്യോതിശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരം 13 ഒരു മോശം സംഖ്യയല്ല. ഇത് ചില വിദേശ അസ്ട്രോളജിസ്റ്റുകൾ ഈ സൂര്യരേഖ നോക്കിക്കൊണ്ടും സൺ സൈൻ നോക്കിക്കൊണ്ടുമൊക്കെ 13 ഒരു അൺലക്കി, ഭാഗ്യമില്ലാത്ത നമ്പറാണ് എന്ന് പറയുന്നു. അതിനകത്തൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു യുക്തിയുമില്ല എന്നതാണ് സത്യം. ഇതൊക്കെ ഓരോ വിശ്വാസങ്ങളും ഓരോ അന്ധവിശ്വാസങ്ങളും ഒക്കെ തന്നെ ചേർന്ന് വരുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം UDF സർക്കാർ അധികാരമേറ്റു. അതിൽ ദൈവവിശ്വാസമുള്ളവരുണ്ട്. ദൈവനാമത്തിൽ തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പ്രതിജ്ഞ എടുത്തത്. ദൈവവിശ്വാസമുള്ളവരാണ്, ക്ഷേത്രത്തിൽ പോകുന്നവരാണ്. ഇപ്പം K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ സ്ഥിരം ക്ഷേത്ര ദർശനത്തിന് പോകുന്നവരാണ്. എല്ലാവരും വിശ്വാസികളും ഒക്കെ തന്നെയാണ്. ലീഗ് മന്ത്രിമാരാണെങ്കിൽ 5 നേരവും നമസ്കരിക്കുന്ന ആളുകളാണ്. അവർക്കും വിശ്വാസമുണ്ട്, എല്ലാവർക്കും വിശ്വാസമുണ്ട്. പക്ഷേ അതിരുകടന്ന അന്ധവിശ്വാസം ഒരിക്കലും ഒരു പൊതുപ്രവർത്തകനോ ഒരു പൊതുപ്രവർത്തകയ്ക്കോ ചേരുന്നതാണോ എന്നുള്ള കാര്യം അവർ തന്നെ പരിശോധിക്കണം. 13 ഒരിക്കലും ഒരു മോശം സംഖ്യയല്ല. സധൈര്യം ഏതെങ്കിലും മന്ത്രിമാർ, ഏത് പാർട്ടിയിൽപ്പെട്ട ആളായാലും, കോൺഗ്രസ് ആയാലും ലീഗായാലും മറ്റ് ഘടകകക്ഷികളായാലും സധൈര്യം ഈ 13 ഒന്ന് ഏറ്റെടുക്കണം. എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, നമ്മൾ കഴിഞ്ഞ ദിവസം CP ജോണിനെ കുറിച്ചൊക്കെ വാർത്തകൾ ചെയ്തു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹം സധൈര്യം ഈ 13 നമ്പർ കാർ ഒന്ന് ഏറ്റെടുത്ത് നോക്കണം. ഒരു കുഴപ്പവും വരില്ല. 13 നമ്പർ കാർ ഏറ്റെടുത്തിട്ട് തോമസ് ഐസക്കിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല. രണ്ടാം പിണറായി സർക്കാരിൽ പി പ്രസാദിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അതുകൊണ്ടുണ്ടാകില്ല. 13 നല്ല സംഖ്യയാണ്. 13 നല്ല പോസിറ്റീവ് എനർജിയുള്ള സംഖ്യയാണ് നമ്മുടെ വിശ്വാസപ്രകാരം. പാശ്ചാത്യ രീതിയിലും അല്ലെങ്കിൽ പാശ്ചാത്യ വിശ്വാസപ്രകാരമൊക്കെ തന്നെ 13 മോശമായി കാണുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. പാശ്ചാത്യ ലോകത്ത് ഇത്തരം ഐഡിയോളജികൾ, ഇത്തരം സിദ്ധാന്തങ്ങളൊക്കെ ഇപ്പോൾ ആൾക്കാർ മറന്നു തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ അവിടെ ദൈവവിശ്വാസം പോലും ആളുകൾക്കില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും സഞ്ചരിക്കുന്നത്. അപ്പോൾ 13 ഒരു മോശം സംഖ്യയല്ല. 13 നമ്പർ കാറിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മന്ത്രി സധൈര്യം യാത്ര ചെയ്യണം, സധൈര്യം മുമ്പോട്ട് പോകണം. താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. 13 ഒരു ബാഡ് നമ്പറേ അല്ല, 13 ഒരു ഗുഡ് നമ്പർ തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് ഏറ്റെടുത്ത് അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സധൈര്യം അത് ഏറ്റെടുക്കാൻ ഉള്ള മനസ്സിനെയൊക്കെ തന്നെ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അഭിനന്ദിക്കും, അത് വാർത്തയാക്കുകയും ഒക്കെ ചെയ്യും. 13 നല്ല സംഖ്യ തന്നെയാണ്. 13 നമ്പർ കാറിൽ ആരാണ് ചീറിപ്പാഞ്ഞു വരുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതോ ഇനി 13 നമ്പർ കാറ് ഷെഡിൽ കിടക്കുമോ എന്നും കാണാം. അങ്ങനെ ഷെഡിൽ കിടത്തരുത്. 13 നമ്പർ കാറിൽ ഏതെങ്കിലും ഒരു മന്ത്രി തീർച്ചയായിട്ടും തൻ്റെ ഔദ്യോഗിക വാഹനമായി കണക്കാക്കി ഉപയോഗിക്കണം എന്ന് ഞങ്ങൾ വെറുതെ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളെപ്പോലുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്നത് പോലെ ഇരിക്കും. ഏത് വീട് വേണം, ഏത് ഔദ്യോഗിക വസതി വേണം, ഏത് നമ്പർ കാർ വേണം എന്നൊക്കെയുള്ളത് തീർച്ചയായിട്ടും മന്ത്രിമാരുടെ ചോയ്സാണ്. അതനുസരിച്ച് 13 നമ്പർ കാർ ആരെങ്കിലും എടുക്കും എന്ന് ഞങ്ങൾ കരുതുന്നു.